ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ് 2026. അതായത് ഈ വർഷം കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കുന്നത്. അതിന് അടിസ്ഥാനത്തിലുള്ള രണ്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യ ഈസ് മൈ കൺട്രിയുടെ യൂണിറ്റ് ടെസ്റ്റും അതിൻ്റെ ആൻസേഴ്സുമാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് പേപ്പറാണ് പരീക്ഷ ഇന്ത്യ ഈസ് മൈ കൺട്രിയുടെ. അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ശരിയായി കിട്ടിയെന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇന്ത്യ ഈസ് മൈ കൺട്രി ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ക്ലാസ് 4 EVSൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നതിൻ്റെ പരീക്ഷയിലേക്ക് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നോക്കിയാലോ. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എൻ്റെ രാജ്യമാണല്ലേ. അപ്പോൾ അതിൽ ചാപ്റ്റർ 2 ആണ്, EVS ആണ്, എൻവയോൺമെൻറ്റൽ സയൻസ് പരീക്ഷ യൂണിറ്റ് ടെസ്റ്റ് ആണ്, ആൻസേഴ്സും ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി രണ്ടാമത്തെ ചാപ്റ്റർ. ആദ്യ ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് എനി 5 ഫ്രീഡം ഫൈറ്റർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാക്കാം കേട്ടോ, അത് എസ് അവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ ഒരുപാട് ലീഡേഴ്സ്, ഒരുപാട് പേര് ഗാന്ധിജിയെ പോലെ തന്നെ നെഹ്റുജീനെ പോലെ തന്നെ മറ്റനേകം ഫ്രീഡം ഫൈറ്റേഴ്സ് പങ്കെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു സ്ട്രഗിളുടെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ. അപ്പോൾ അത് ആരൊക്കെയാണ് എന്നുള്ളത് എഴുതുക. 5 പേരുടെ പേരെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതി നോക്കൂ. അത് എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത ചോദ്യം, ഹൂ വാസ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ആരാണ് ഇന്ത്യയുടെ ഫസ്റ്റ് നിയമമന്ത്രി? അപ്പം ആദ്യം നമ്മൾ ചോദ്യങ്ങളാണ് പറയുക. ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആരാണ് ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് എഴുതുക. അടുത്ത ചോദ്യം, വെൻ ഡിഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? വർഷമാണ് കേട്ടോ, വർഷം, ഡേറ്റ്, മന്തും എഴുതണം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സോൾട്ട് സത്യാഗ്രഹ. ഉപ്പ് സത്യാഗ്രഹം, സോൾട്ട് സത്യാഗ്രഹ ഒന്ന് വിശദീകരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് വിശദീകരിക്കുക. അടുത്ത ചോദ്യം വരുന്നത്, ഹൂസ് നോൺ എസ് കേരള ഗാന്ധി? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഒറ്റ 1 വേർഡ് ആൻസർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഗാന്ധിജി. ഗാന്ധിജീനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു 5 ലൈനെങ്കിലും ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചു വെക്കണം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജി നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഗാന്ധിജിയെ കുറിച്ചിട്ട് ഒരു 5-6 വരികൾ, 5-6 സെൻറ്റൻസസ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആണ്. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്, സോൾട്ട് സത്യാഗ്രഹ, ഗാന്ധിജി വാസ് ഷോട്ട് ഡെഡ് ഒരു ബോക്സിലുണ്ട്. അടുത്ത ബോക്സിൽ 1930, 1948 ജാനുവരി 30, 1947 ഓഗസ്റ്റ് 15. അപ്പം നിങ്ങൾ ഇതിൽ കറക്റ്റായത് മാച്ച് ചെയ്തോളൂ. 8ാമത്തെ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, സോൾട്ട് സത്യാഗ്രഹ, അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജി, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 8 ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രം, ഞാൻ ഇനി പറയാൻ പോകുന്നത് ആൻസർ കീ ആണ്. ഇത് എഴുതി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻസർ കീ ആണ് ഇനി പറയുന്നത്, ആൻസേഴ്സ് ആണ്. ആദ്യ ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് എനി 5 ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആണ് ഞാൻ പറഞ്ഞ ആദ്യ ചോദ്യം. 5 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര്: സുഭാഷ് ചന്ദ്രബോസ്, ബാൽ ഗംഗാധർ തിലക്, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു, ഭഗത് സിംഗ്. ഇനിയും ഒരുപാട് പേരുടെ പേര് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇതിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനൊക്കെ എഴുതാം നിങ്ങൾക്കിതിൽ, അതൊന്നും നമ്മളിവിടെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരുടെ പേരെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി? ഡോക്ടർ ഭീംറാവു രാംജി അംബേദ്കർ. BR അംബേദ്കർ എന്ന് എഴുതിയാലും ശരിയാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് എന്നതാണ് ചോദ്യം.
ഉത്തരം 1950 ജാനുവരി 26. 1950 ജാനുവരി 26. ഈ ജാനുവരി 26 നമ്മൾ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ജാനുവരി 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സോൾട്ട് സത്യാഗ്രഹ. The Salt Satyagraha or Salt March was a 24-day non-violent civil disobedience campaign led by Mahatma Gandhi against the British salt monopoly. Spanning March 12 to April 6, 1930, Gandhi and 78 volunteers marched 241 miles from Sabarmati Ashram to Dandi, Gujarat, where they illegally produced salt by boiling seawater. എന്താണ് സോൾട്ട് സത്യാഗ്രഹം? 1930 മാർച്ച് 12-ന് ഗാന്ധിജിയും ഗാന്ധിജിയുടെ 78 അനുയായികളും കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ നിന്ന് 241 മൈലുകൾ കാൽനടയായി നടന്ന് ദണ്ഡി കടപ്പുറത്തെത്തി അവിടെ വെച്ച് സീ വാട്ടർ കുറുക്കി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളെ വെല്ലുവിളിച്ചു. ഇതാണ് സോൾട്ട് സത്യാഗ്രഹ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരൊരു നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അടുത്ത ചോദ്യം, ഹൂസ് നോൺ എസ് കേരള ഗാന്ധി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പനാണ്. അപ്പോൾ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ അതായത് സോൾട്ട് സത്യാഗ്രഹം അവിടെ നടന്ന പോലെ കേരളത്തിലും സോൾട്ട് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്, പയ്യന്നൂരിലൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഗാന്ധിജിയാണ്. ഗാന്ധിജീനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനി 5 സെൻറ്റൻസസ് അബൌട്ട് ഗാന്ധിജി മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹമാണ് മഹാത്മാഗാന്ധി. വൈഡ്ലി റിവേർഡ് as മഹാത്മാഗാന്ധി വാസ് ബോൺ ഓൺ ഒക്ടോബർ 2, 1869 ഇൻ പോർബന്ദർ, ഗുജറാത്ത്. ഗുജറാത്തിലെ പോർബന്ദറിൽ 1869 ഒക്ടോബർ 2-ന് ജനനം. ആഫ്റ്റർ പെർസ്യൂയിങ് ലീഗൽ സ്റ്റഡീസ് ഇൻ ഇംഗ്ലണ്ട് ഹി റിട്ടേൺ ടു ഇന്ത്യ ആൻഡ് ലേറ്റർ ട്രാവൽ ടു സൗത്ത് ആഫ്രിക്ക ടു ഹാൻഡിൽ എ ലീഗൽ കേസ്. അപ്പോൾ നമ്മുടെ ഗാന്ധിജി എന്തായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗാന്ധിജി വക്കീലാണ് കേട്ടോ, ലോയറാണ്. It was in South Africa that his political journey truly began as he stood up against injustice and systematic oppression. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു യാത്ര തുടങ്ങുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഒരു കേസ് വാദിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോകുന്നു. അവിടെ വെച്ചിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സോൾവ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഹിസ് റിട്ടേൺ ടു ഇന്ത്യ ഗാന്ധി became a central figure in the struggle against British colonial rule. He introduced the powerful concepts of satyagraha and ahimsa as peaceful weapons for resistance. അപ്പോൾ നമുക്കറിയാം ഗാന്ധിജിയുടെ മെയിൻ ആയിട്ടുള്ള ആയുധങ്ങൾ സത്യാഗ്രഹവും അഹിംസയായിരുന്നു. അല്ലാതെ നോൺ വയലൻസ് വയലൻസ് അദ്ദേഹം എപ്പോഴുമേ ഫോളോ ചെയ്തിട്ടില്ല. അദ്ദേഹം പീസ്ഫുള്ളി ആണ് എപ്പോഴും ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. നോൺ ഫോർ ഹിസ് അൺവേവറിംഗ് ഓണസ്റ്റി ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് നേച്ചർ, ഗാന്ധിജി വാസ് ദ ഫേം ബിലീവർ ഇൻ സോഷ്യൽ ഇക്വാലിറ്റി. ഹി ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് ടു ദ സർവീസ് ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദി impoverished and marginalized. Although he was tragically assassinated on January 13, 1948, his legacy endures. 1948 ജാനുവരി 30 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അടുത്ത വർഷം ജാനുവരി 30-ന് ഗാന്ധിജിനെ വെടിവെച്ച് കൊല്ലുകയാണ് അല്ലേ. ടുഡേ ഹി ഈസ് ഓണർഡ് ഗ്ലോബലി ആൻഡ് റിമെമ്പേർഡ് ഇൻ ഇന്ത്യ ആസ് ദ ഫാദർ ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മാച്ച് ദി ഫോളോയിങ് ആണ്. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് 1947 ഓഗസ്റ്റ് 15. സോൾട്ട് സത്യാഗ്രഹ 1930. ഗാന്ധിജി മരിച്ചത്, ഗാന്ധിജി വാസ് ഷോട്ട് ഡെഡ് 1948 ജാനുവരി 30. അപ്പോൾ 3ന്റെ ആൻസർ മാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുക. The Quit India movement was another powerful phase of the Indian freedom struggle. The slogan Britishers quit India, ഇന്ത്യ വിട്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ സ്ലോഗൻ. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ട് ക്വിറ്റ് ചെയ്ത് ബ്രിട്ടീഷർ പോകണം. ബിക്കേം ദി ഇൻസ്പിറേഷൻ ഓഫ് ദിസ് മൂവ്മെന്റ്. ഗാന്ധിജീസ് കോൾ ഡു ഓർ ഡൈ വാസ് അക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ. എന്ത് ഡു ഓർ ഡൈ ആണ്, ഒന്നില്ലെങ്കിൽ ജീവിക്കുക, മരിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു വാക്ക് എന്നൊക്കെ പറയില്ലേ, ഇതിനെ കോൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണിത്. ഓഗസ്റ്റ് 9 ഈസ് ഒബ്സർവ്ഡ് as ക്വിറ്റ് ഇന്ത്യ ഡേ ഇൻ മെമ്മറി ഓഫ് ദിസ് മൂവ്മെന്റ്. അപ്പോൾ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 8 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എക്സാംസ് എഴുതുക, നന്നായി പഠിക്കുക. ഞാൻ മസ്റ്റായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞതെല്ലാം പഠിച്ചിട്ട്
പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.